ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട് സാർ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ആ ടോപ്പിക്ക് തന്നെ നമ്മൾ സംസ്കൃതം അറിയാത്തൊരു വ്യക്തി എന്നുള്ള, പക്ഷെ അത് എനിക്ക് തോന്നുന്നു മീഡിയാസ് ആണ് ആ ഒരു സംഭവം കൃത്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു യാതൊരു ഇതുമില്ല. ടീച്ചർ അങ്ങനെ പറയാനും ചാൻസ് ഇല്ല. ബിക്കോസ് കാരണം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് നമ്മൾ നോക്കി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോൾ മേ ബി ആയിരിക്കാം. കാരണം പക്ഷേ അത് എന്തുകൊണ്ട് പൊതുസമൂഹം വിശ്വസിച്ചു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ പുള്ളി സംസ്കൃത സർവകലാശാല BA സംസ്കൃതമായിരുന്നു, MA സംസ്കൃതമായിരുന്നു, B.Ed M.Ed ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് MPhil, അത് ഈ ടീച്ചറിൻ്റെ കയ്യിലായിരുന്നു പ്രബന്ധം, അതും നമ്മൾ സംസാരിക്കണം. എന്നിട്ടാണ് PhD ഇത് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇത് റിസർച്ച് ആ ഒരു കൊടുത്ത സംഭവത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടായിരിക്കാം ടീച്ചർ കൊടുത്തത്. പക്ഷെ അവിടെ ഈ മീഡിയാസ് സംസ്കൃതം എഴുതാനും ആ രീതിയിൽ ഡോക്ടറേറ്റിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത് അത്രക്കുള്ള സ്റ്റഫോ അതൊന്നും കാണത്തില്ലായിരിക്കാം, അതായിരിക്കാം ചാൻസ്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ഉരസലുകളോ വല്ല ആവാം. പക്ഷെ എന്നിരുന്നാലും അതിൽ അവസാനം ജാതി കാർഡ് വന്നിട്ടുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെയാണ്. കാരണം ഞാൻ നോക്കിയപ്പോൾ എല്ലാ മാധ്യമങ്ങളും ടൈറ്റിൽ കൊടുത്തിരുന്ന ഞാനും എല്ലാവരും ട്രോളി. അതിനൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് അത് വിശ്വസിച്ചു അല്ലേ? സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത PhD എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇല്ല. പക്ഷെ നമ്മളത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ ഒരു കാര്യമുണ്ട്, ആ മുൻ അനുഭവങ്ങളാണ്. കാരണം നമുക്കറിയാം പരീക്ഷ എഴുതാത്ത ആൾ പരീക്ഷ എഴുതി വിജയിച്ചു എന്ന് പറഞ്ഞ് ആർഷയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. BCom തോറ്റ പയ്യൻ അല്ലെങ്കിൽ BCom അങ്ങനത്തെ ആൾ MCom ക്ലാസ്സിൽ പ്രവേശനമായിട്ട് നമ്മൾ കണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.